എനിക്ക് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പോകുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നിർബന്ധം പിടിച്ച് വരാം. 4-5 വർഷം കൊണ്ട് തുടർച്ചയായിട്ട് വരുന്നുണ്ട്. അനുഭവങ്ങളുണ്ട്. രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ വരണ്ടെന്ന് തോന്നിയാലും ആ ദിവസം വരുമ്പം ഇവിടെ വന്ന് ഈ മണ്ണിൽ ഇതേപോലെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പൊങ്കാലയിട്ടിട്ട് പോകുന്നത്. മുട്ട് രണ്ടും വയ്യാത്തതാണ്. പക്ഷേ ആ സമയമാകുമ്പം ഇവിടെ എത്തിയിരിക്കും. എങ്ങനെ ആയാലും അമ്മയുടെ നല്ല അഭിപ്രായം, നല്ല ഒരു അനുഗ്രഹം കിട്ടുന്നുണ്ട്. ഇനിയും ആവുമെങ്കിൽ വരത്തില്ല എന്ന് പറഞ്ഞ് നിന്നാലും ആ സമയമാകുമ്പോൾ ഇങ്ങ് വന്നിരിക്കും. നല്ല അനുഭവങ്ങൾ, ഒരുപാട് ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കണുണ്ട്. കല്യാണമൊക്കെ നല്ലതായിട്ട് നടക്കണുണ്ട്. നമുക്ക് ഇത് വന്ന് പൊങ്കാലൊക്കെ ഇട്ട് വീടായി. ആഗ്രഹങ്ങളൊക്കെ ഏകദേശമൊക്കെ നടന്നു. സന്തോഷമാണ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അല്ല, എനിക്ക് വിശ്വാസമാണ്. അപ്പം എൻ്റെ പ്രാവശ്യം എന്തായാലും ഇടാന്ന് വിചാരിച്ചു പോകുന്നു. അത് എനിക്ക് എൻ്റെ പേരക്കുട്ടിക്ക് തീ പൊള്ളിയപ്പോൾ അങ്ങനെ ഈ ചേച്ചി നേർന്നതാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഒരു കൊല്ലം വന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ അന്ന് കുട്ടി രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്ത് ഇങ്ങൊരു നേർന്നു. ഞങ്ങൾ ഐസിന്ന് കൊണ്ടുവന്നപ്പോൾ ഞാൻ വന്നിട്ട് പിന്നെ എനിക്ക് എല്ലാ കൊല്ലം സമയമാകുമ്പോൾ പൊങ്കാലിടണം തോന്നുന്നു. അങ്ങനെ 6 കൊല്ലമായി. ഇപ്പോൾ ഇനി വരും, പറ്റാവുന്നിടത്തോളം വരും. ഇപ്പം 46 വയസ്സായി എനിക്ക്. ഇതുവരെ ഒരു കുഴപ്പവും ഇല്ലാതെ വരുന്നുണ്ട്. നമ്മളെ മനസ്സിൽ എന്ത് വിചാരിച്ചാലും അത് അമ്മ നടത്തി തരും. വരാൻ നേരത്ത് പൈസ ഇല്ലെന്ന് വെച്ചാലും എവിടെ നിന്നെങ്കിലും വന്ന് കയ്യിൽ കിട്ടും. ഇവിടെ വരും. അത് നമ്മൾ 4 ദിവസം വന്നതാണ്. വന്നേ ഇവിടെ തന്നെ. ചെറിയ ചാറ്റലും മഴയും. നമ്മൾ 4 ദിവസം വന്നു. ഇന്ന് 4ആയി. ആ, വിളിച്ച ആള് വിളിപ്പുറത്തുണ്ട്. നമുക്ക് നല്ല വിശ്വാസം. നമുക്കെന്ന് വെച്ചാൽ എനിക്ക് 17 വർഷത്തിലധികമായി. അനുഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പൊങ്കാല ഇടാൻ ഒരു പ്രാവശ്യം അമ്മയുടെ അടുത്ത് വന്ന് ഭക്തിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ വർഷവും ആ സമയത്ത് നമുക്ക് വരണമെന്നുള്ള ആ ചിന്തയാണ്. എങ്ങനെ ആയാലും അസുഖമായാലും എന്തോ ആയാലും വരണം, അമ്മയുടെ അടുത്ത് പൊങ്കാല ഇടണമെന്നുള്ള ഒരു ആഗ്രഹം. അങ്ങനെ പിന്നെ കൊറോണ സമയത്തൊക്കെ ഉള്ളു വരാത്തെ. ഓനെ 10 വർഷത്തിൽ കൂടുതലാവും. പറയാൻ പൊന്നമ്മല്ലേ ഉള്ളു ലോകം. അമ്മ അമ്മ പൊറുക്കും, സഹിക്കും. എല്ലാത്തിനും അമ്മ തന്നെ നമുക്ക് തുണ. എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും പൊന്നമ്മച്ചി സഹിച്ച് ഞങ്ങൾ ഈ വരുന്നവരെ ഓരോരുത്തരെയും അവരെ വീടുകളിൽ തിരിച്ചു കൊണ്ടാക്കി രക്ഷിച്ച് നിർത്തും. നമുക്ക് നല്ല അനുഭവമില്ല ഉള്ളത്. അതുകൊണ്ടല്ലേ പിന്നെയും വരണമെന്ന് തോന്നുന്നു. 9 വർഷം കൊണ്ട് വരുന്നു. മൂക്കൊലിപ്പും തുമ്മലും ഒക്കെ ആയിരുന്നു. ഇവിടെ വന്ന് പൊങ്കാല മണ്ടപ്പറ്റ് പുഴുങ്ങിയതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇനിയും വരണമെന്ന് ആഗ്രഹം. ഇവിടെ വരുമ്പോൾ എന്തോ ഒരു പ്രത്യേക സന്തോഷം. ഈ തെള്ളും ഇടിയൊക്കെ കൊണ്ട് അമ്മയൊന്ന് കാണാൻ പിന്നെ വരണം നമുക്ക് തോന്നും. ഒരു വർഷം കഴിഞ്ഞാൽ പിറ്റേ വർഷം നമുക്ക് വരണമെന്ന് നമുക്ക് തോന്നും. സമയമാകുമ്പോൾ ഞങ്ങളിവിടെ വന്നിരിക്കും. 5 വർഷം കൊണ്ടായിരുന്നു. 5 വർഷം. എന്തൊക്കെയാണ് അമ്മയ്ക്ക് പറയാനുള്ളത് ഈ പ്രാവശ്യത്തെ പൊങ്കാലയെ കുറിച്ചിട്ട്? നല്ല അഭിപ്രായം, അമ്മയുടെ അനുഗ്രഹം എല്ലാം. ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നു. ഭംഗിയായിട്ടൊക്കെ പോകുന്നു. അമ്മയുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ. എനിക്ക് സുഖമില്ലാതിരിക്കുമായിരുന്നു. ഡിസ്കിന് അകൽച്ചയുള്ളതായിരുന്നു. ഇവിടെ അമ്മയുടെ മണ്ണിൽ വന്ന് കാലെടുത്ത് കുത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എൻ്റെ അമ്മയുടെ സഹായം കൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ വന്നെത്തി. ഇനി എന്നെ അമ്മ സന്തോഷത്തോടുകൂടി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം. എൻ്റെ അസുഖങ്ങൾ മാറ്റിത്തരണം. എൻ്റെ മകൾക്ക് കുട്ടികളില്ല. 10 വർഷം കൊണ്ട് ഞാൻ പൊങ്കാലയിടുക. അമ്മ അത് ഇതുവരെ കേട്ടിട്ടില്ല. ഈ പ്രാവശ്യം കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മകളും എൻ്റെ കൂടെ ഉണ്ട്. ഒരു പ്രതീക്ഷയോടുകൂടി ഞാൻ എത്തിയതാ ഇവിടെ. ഞാൻ ട്രെയിനാവന്നേ ഞങ്ങളെ പോലീസുകാർ പിടിക്കുകയും ചെയ്ത് ടിക്കറ്റ് എടുത്തില്ലെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് 1500 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് മോള് പറഞ്ഞ് ഞങ്ങൾക്ക് നിവൃത്തിയില്ല, ഞങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. 5 പേരും കൂടെ 1500 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ അത് 1000 രൂപ പിന്നെ 1000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് പിന്നെ അത് 300 രൂപയ്ക്കകത്താക്കി തന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെ ഇങ്ങോട്ട് വന്നപ്പം ഞങ്ങൾക്ക് പിന്നെ അമ്മയുടെ ഈ ഇവിടോട്ട് വരാൻ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. കാടിയിറ്റിപ്പോയി. അന്നേരം ഒരു ഓട്ടോക്കാരൻ ഞങ്ങളെ സഹായിച്ച്
പിന്നെ കാശ് വാങ്ങിച്ചില്ല, ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ എത്തിച്ച്. ദേവിയുടെ അനുഗ്രഹം, വളരെ സന്തോഷം. എല്ലാ പ്രാവശ്യവും അമ്മ എന്നെ എനിക്ക് ആരോഗ്യവും തന്നാൽ ഞാൻ എല്ലാ പ്രാവശ്യവും എൻ്റെ കൂടെ ആര് വരാൻ ഒരുങ്ങിയാലും അവരെല്ലാം ഞാനിവിടെ കൊണ്ടുവന്ന് എത്തിക്കും. ഇപ്പം ഞങ്ങളിങ്ങോട്ട് വന്ന വഴിക്ക് 2-3 പേര് ചോദിച്ച് ഞങ്ങളും കൂടെ അടുത്ത വർഷം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതിനെന്താ, എനിക്ക് ആവുന്നുണ്ടെങ്കിൽ ഞാനിവിടെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിതിപ്പോൾ 9 വർഷമായി. 9 വർഷമായി. കാരണം ഓരോ വർഷവും വരും, വീണ്ടും വീണ്ടും ആ സമയം അപ്പം വരണം എന്നുള്ള തോന്നിച്ചതാണ്. അങ്ങനെ വരുന്നതാണ്. പിന്നെ എല്ലാ തടസ്സങ്ങളും അമ്മ നീക്കി തരുന്നുണ്ട്, ആയുരാരോഗ്യം തരുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് എല്ലാ വർഷവും വരണമെന്ന് തോന്നുന്നത്. ആ ഒരു സന്തോഷത്തിലാണ് ഇതെല്ലാം വന്ന് കാണാനും കേൾക്കാനും ഒക്കെ ഉള്ളൊരു സന്തോഷമാണ്. അടുത്ത പ്രാവശ്യം ആയുരാരോഗ്യം തന്ന വീണ്ടും വരും. കൊല്ലം കരുനാപ്പള്ളിയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട്. വന്നു എവിടെയായിരുന്നു അപ്പോഴും? ഇവിടെ തന്നെ ആയിരിക്കും. പൊങ്കാലയെ കുറിച്ച് പറയാൻ ഒരുപാട് നല്ല അനുഭവങ്ങളാണ് അമ്മ തരുന്നത്. ഓരോ വർഷവും വന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് പോകുന്നത് പിറ്റേ വർഷം വരുമ്പോഴത്തേക്ക് അമ്മയെ സാധിച്ചു തരും. അങ്ങനെ പറയാനുണ്ട്. എൻ്റെ മോനൊരു ഭയങ്കര കുടിയനായിരുന്നു, മാനസികമായിട്ട് അങ്ങ്. എൻ്റെ പൊന്നു എൻ്റെ കുടി മാറി നല്ല മോനായി, അത്ര എനിക്ക് പറയാം. പിന്നെ ഒരു വീടായി. എല്ലാം എൻ്റെ അമ്മ എനിക്ക് തരുന്നുണ്ട്, എല്ലാം അമ്മ തരുന്നുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളും. അത് മാത്രം മതി മോനെ നമുക്ക്. എല്ലാ വർഷവും വരും. അപ്പം പിന്നെ വയ്യാതെ വരുമെന്നാലും ആ സമയമാകുമ്പോൾ എവിടുന്നെങ്കിലും ആവതും കിട്ടും. നമുക്ക് പൈസയും ഇല്ലെങ്കിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പൈസയും കിട്ടും. അന്നേരം നമുക്ക് വരാനങ്ങ് തന്നെ തോന്നും, വരികയും ചെയ്യും. 2 ദിവസത്തേക്ക് മുമ്പേ അവർ ഇന്നലെ വന്നതാ. ഞങ്ങൾ 6-7 പേരുണ്ട്. എല്ലാവരും ചായ കുടിക്കാൻ പോയി. ഞാൻ പോയി കുടിച്ചിട്ട് വന്ന അവരെ 7 പേര്, ബാക്കി 6 പേരെയും വിട്ടേക്കുക. എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് മോനെ. എല്ലാം നല്ല അനുഭവങ്ങളാണ് അമ്മ തരുന്നത്. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ മക്കളെ അമ്മ തരുന്നത് എല്ലാം നല്ല അനുഭവങ്ങളാണ്. എല്ലാം നല്ല രീതിയിലാണ് പോകുന്നത്. ഇതുവരെ വിശ്വാസത്തോടു കൂടിയാണ് കാണുന്നത്. ഒരേ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് വരുന്നത്. അത് അമ്മ നടത്തി തരാറുമുണ്ട്. കൃത്യമായിട്ടും നടത്തി തരേണ്ട ഒരു സന്തോഷത്തിലാണ്. ഓരോ തടസ്സങ്ങളൊക്കെ വരും, പോകാൻ പറ്റും. പക്ഷെ സമയമാകുമ്പോൾ നമ്മളിവിടെ എത്തും. എല്ലാ പ്രശ്നങ്ങളും അമ്മ മാറ്റിത്തരും. നമ്മൾ വിചാരിക്കുന്ന കാര്യം വളരെ ഭക്തിയോടുകൂടി അത് നമ്മൾ വിചാരിച്ചാൽ അത് അമ്മ നടത്തിത്തരും. പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അമ്മ വിശ്വാസമുണ്ട്. വിശ്വാസത്തിൻ്റെ പുറത്തിലാണ് വരുന്നതാണ്. ഞാൻ ഇപ്പോൾ 2ാമത്തെ തവണയാണ് വരുന്നത്. ഒരുപാട് വർഷങ്ങൾ കൊണ്ട് വരുന്നതാണ്. ഇനിയൊക്കെ വരാൻ ബുദ്ധിമുട്ട്. അവിടെ ക്യൂ നിൽക്കാനൊക്കെ, പിന്നെ ബസ് കയറി വരുന്ന കാര്യമൊക്കെ. ഇനി മോള് തന്നെ വരുന്നത് കൊണ്ട് കൂട്ടിന് പിന്നെ വരും. അത് വരുമ്പോൾ ഒരേ കാര്യങ്ങൾ പറഞ്ഞാൽ അതുപോലെ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് പേരിൽ ആ സമയമാകുമ്പം വരുന്നത് തന്നെ. എല്ലാം നല്ല രീതിയിൽ തന്നെ ഓരോരോ ആഗ്രഹങ്ങൾ അമ്മ നടത്തി തന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്ന് പ്രാർത്ഥിച്ച കാര്യം അമ്മ പൂർണ്ണമായിട്ട് നടത്തി തന്നു. അതിൻ്റെ സന്തോഷത്തിലാണ്. വരും തീർച്ചയായിട്ടും. അമ്മ അതിന് അനുവദിച്ചാൽ വരും. മോനെ കൂടെ കൊണ്ടുവരണം. മോനൊരു ജോലിയൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്. അതിനമ്മയെ കാണാൻ വന്നതാണ്. നല്ല രീതിയിൽ തന്നെ പോകണം. ഞാൻ ഓരോ ആഗ്രഹങ്ങൾ അമ്മയോട് അപേക്ഷിച്ചിട്ട് പോകും. അതെനിക്ക് തിരിച്ചു വരുമ്പോൾ അത് അമ്മ നേടിത്തരും. അല്ല, അങ്ങനെ വന്നോണ്ടേ ഇരിക്കും. അപ്പോൾ വരാതിരിക്കാനിട്ട് ഒക്കത്തുമില്ല. ആ സമയമാകുമ്പോൾ വന്നോണ്ടേ ഇരിക്കും. അതാണ്. ഞാൻ കുറേ വർഷം വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ 2-3 വർഷം കൊണ്ട് വരാതിരുന്നു. ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കുക. ഇടയ്ക്ക് അല്ലാതെ മരണവും അങ്ങനെയൊക്കെയുള്ള മുടക്കം ഉണ്ടായിരുന്നു. മോടെ കല്യാണം അങ്ങനെയൊക്കെ വരാൻ പറ്റി. അതൊക്കെ നടന്നിട്ടുണ്ട്. സന്തോഷത്തിലാണ്. ഓരോ വർഷവും വരണമെന്ന് തന്നെ തോന്നും ഒരു പ്രാവശ്യം വന്നാൽ. 2013 മുതൽ വരുന്നുണ്ട്. അനുഭവങ്ങളേ ഉള്ളൂ. ഒരെണ്ണം ഓർത്ത് പറയാനല്ല, ഒരുപാടുണ്ട് പറയാൻ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എന്ത് ആഗ്രഹിച്ച് അമ്മയോട് അപേക്ഷിച്ചിട്ട് പോകുന്നോ അതുപോലെ ഞങ്ങൾക്ക് പിറ്റേ വർഷം വരുന്നതിന് മുമ്പ് അത് നടന്നിരിക്കും എന്നുള്ളത് 100-110% ഉറപ്പാണ്. പിന്നെ അമ്മയുടെ മുഖം കാണാതെ ഞങ്ങൾക്ക് പറ്റത്തില്ലൊരു വർഷം പോലും. സത്യത്തിൽ പെറ്റമ്മയുടെ മുഖം ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ അമ്മയുടെ മുഖം ഓർക്കും, ചിന്തിക്കും. അമ്മയെ ചിന്തിക്കാതെ ഒരു ദിവസം ഞങ്ങൾക്കില്ല. ഒരുപാട് വരദായിനിയാണ്. ചിന്തിച്ചാൽ നമ്മൾ എന്ത് മനസ്സിൽ എന്താണോ നമ്മുടെ നിത്യജീവിതത്തിൽ, ഇപ്പോൾ കുടുംബജീവിതമല്ലേ, മക്കളായി, പിന്നെ കൊച്ചുമക്കളായി, അല്ലെങ്കിൽ അവരുടെ കല്യാണങ്ങൾ, അവരുടെ ജോലി, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, നമ്മുടെ നിലനിൽപ്പ്, ഇതെല്ലാം എന്തും അമ്മയോട് നമുക്ക് വന്ന്
പെറ്റമ്മ സ്വന്തം അമ്മയുടെ മടിയിലിരുന്ന് പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഓരോ വർഷം വരുമ്പോഴും ഇവിടെ കിടന്ന്, സത്യം പറഞ്ഞാൽ അവിടുന്ന് വരുന്ന അമ്മയുടെ മടിയിൽ കിടന്ന് ഉറങ്ങാനാണ്. അതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഇരുന്നും കിടന്ന് ഉറങ്ങും ഞാൻ. എന്ന് പറയുന്ന പോലെ അമ്മയുടെ മടിയിൽ ഇരുന്നോണ്ട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും. അതുപോലെ ഞങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഓരോ വർഷവും ഈ അടുത്ത വർഷം സത്യത്തിൽ കലണ്ടർ വരുമ്പോഴേ, ഈ വർഷത്തിൽ കലണ്ടർ, പുതിയ കലണ്ടർ വരുന്നത് ആദ്യം നോക്കുന്നത് ആറ്റുകാൽ പൊങ്കാല എന്നാണെന്നാണ്. എന്നിട്ടേ ഉള്ളൂ ബാക്കിയുള്ള ദിവസങ്ങൾ ഞങ്ങൾ നോക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് മെയിൻ. ഒരു വർഷത്തിൽ ഞങ്ങളുടെ പുതുവർഷം തുടങ്ങിയാൽ പോലും പൊങ്കാലയാണ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ. വർഷങ്ങൾ കൊണ്ട് വരുന്നുണ്ട് പൊങ്കാലയ്ക്ക്. ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. നമ്മളിവിടെ വന്നതിൽ നമുക്ക് ഓരോ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹിക്കും ആപത്തുകളൊക്കെ മാറി കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. മരിക്കുന്ന വരെ വരണം എന്നുള്ളതാണ് ആഗ്രഹം. ഞാനും 6-7 വർഷം കൊണ്ട് വരുന്നുണ്ട്. അനുഭവം പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കുഞ്ഞായിരുന്നു ആദ്യ ആഗ്രഹം, അത് സാധിച്ചു. ഒരു മോളായി, ഇവിടെ വന്ന ശേഷം മോളായി, പിന്നെ ഒരു മോനായി. കാര്യങ്ങളൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. ഞാനിത് 18ാമത്തെ വർഷമാണ്. നടന്നിട്ടുണ്ട്. ഇനിയും വരും. അപ്പം അമ്മ ആവത് തരുന്ന കാലം വരെ വരും. പറഞ്ഞാൽ തീരത്തില്ല. പറയുന്നതിനൊക്കെ അത് നമുക്ക് വർണ്ണിക്കാൻ അതീതമാണ് അമ്മയുടെ അനുഗ്രഹം. അത്രേതാ.